ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ബ്രെഡും അതേപോലെ തന്നെ മുട്ട ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ ആ മുട്ടയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ റെസിപ്പിക്ക്. അപ്പോൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൂടെ തന്നെ കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ ചെറിയൊരു എരിവോടും കൂട്ടിയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് കണ്ടു നോക്കാം. നമ്മുടെ ഈ റെസിപ്പിക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള മുട്ടയുടെ ഫില്ലിങ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും മതിയാവും. ചൂടായി വരുന്നതിനകത്തേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ പോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വഴന്ന് വരെ എളുപ്പമുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തീരെ കനം കുറച്ച് അരിഞ്ഞത്. ഇനി ഇതിനകത്തേക്ക് ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. നല്ല എരിവുള്ള ഒരു 2 പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ പോലെ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് 3 മുട്ട പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കലാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നാലാണ് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ്, അതൊരു 1/4 ടീസ്പൂണിൽ കുറച്ചും കൂടി കൂടുതലുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഗരം മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അത്രയും മതിയാകും. അതിനുശേഷം നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ മിക്സ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ സവാളയും അതേപോലെ തന്നെ പൊടികളും ആ വെള്ളവും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരികയാണ് ചെയ്യേണ്ടത്. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി. എന്നാൽ നമ്മുടെ സവാളയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ പപ്സിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ആ ഒരു മസാലയുടെ ആ ഒരു പരുവുണ്ടല്ലോ, അത് രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മുട്ടയുടെ ആ മഞ്ഞക്കുരു ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ മുട്ടയും എല്ലാ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സെറ്റാകാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ മസാല സെറ്റായിരിക്കുന്ന നമ്മുടെ മസാല നമുക്കിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലയുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ തീ ചൂടൊന്ന് ആറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെയും ആ സമയം കൊണ്ട് ഒന്ന് ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ ഈ സ്നാക്സ് ഈ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 2 മുട്ട മാത്രം നമ്മളൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ ചെറിയൊരു എരിവൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരേ 1 ടീസ്പൂൺ അത്രമാത്രം മതിയാവും. കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാണാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഒരു പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മസാല റെഡിയാക്കിയപ്പോൾ നമ്മുടെ മുട്ടയുടെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ മസാല റെഡിയാക്കിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡും നമ്മൾ അതേപോലെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീരെ അങ്ങ് ചെറിയ ബ്രെഡ് എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി കിട്ടാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് 2 ബ്രെഡ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബ്രെഡിൻ്റെ നടുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ മുട്ടയുടെ മസാലയുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ബ്രെഡ് അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ മസാല അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. തീരെ ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ അത്ര കറക്റ്റായിട്ട് നമുക്ക് വരില്ല. ഇനിയിപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുണ്ടല്ലോ, അത് പതുക്കെ എല്ലാ സൈഡിലേക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അടുത്ത ബ്രെഡ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാവേ. അടുത്ത ബ്രെഡും കൂടി വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഇതേപോലൊരു അടപ്പ് ഉപയോഗിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സോ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഇങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ തീരെ ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ലെവലാക്കി ഇട്ടതിന് ശേഷം നമ്മുടെ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുക്കാം. കണ്ടോ, നമ്മുടെ ബ്രെഡ് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോകാതെ, അതേപോലെ സൈഡിൽ നിന്നാണെങ്കിലും വിട്ടു പോരാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ച് നമുക്കങ്ങ് ചെയ്തെടുക്കാം. കണ്ടോ, അടുത്ത ബ്രെഡിൻ്റെ ഉള്ളിലും ഇതേപോലെ കുറച്ച് ഫില്ലിങ് വെച്ച് നമുക്ക് സൈഡിലാണെങ്കിലും മുട്ട ബീറ്റ് ചെയ്തത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ടയുടെ ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എരിവാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള എരിവുണ്ടാവും കേട്ടോ. ആ പച്ചമുളകും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും നമ്മുടെ ചില്ലി ഫ്ലേക്സും എല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു എരിവുണ്ടാവും. അപ്പോൾ എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒന്നെങ്കിൽ നമ്മുടെ ബട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇത്രയും മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ്, ആ മുട്ടയുടെ മിക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിനകത്ത് ഒന്ന് പതുക്കെ കോട്ട് ചെയ്തതിന് ശേഷം നേരെ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വശവും ഒന്ന് റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ആ മസാലയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ ഒരു സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി വൈകുന്നേരം 4 മണി ചായയുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് ബാക്കി വരുന്ന സ്നാക്സും ഇതേപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡിൻ്റെ മേളിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കാണാനാണെങ്കിലും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോഴാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രെഡൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിലെ മസാലയൊക്കെ ആണെങ്കിലും ചെറിയൊരു എരിവുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ റെസിപ്പി ഇപ്പോൾ ഇതേവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.